ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് വയനാട് ടൂറ് പോകുന്നതാണ്. അപ്പം നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ല പാണ്ട് നമ്മൾ കുറേ ആളുണ്ട്, 2 കാറാളാണ് ഉള്ളത്. അപ്പോൾ വയനാടേക്ക് പോകുന്നത്. അപ്പം നമ്മൾ പോകുന്നത് ഈ ചുരത്തിലല്ല, നമ്മളെ ചീമേനി വയ്യിലെയാണ് പോകുന്നത്. നമ്മളിവിടെ കണ്ണൂർ മറ്റേ ഒരു വയ്യുണ്ട്, അതിലത്തെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ പോയെങ്കിൽ ചെറിയ വേറെ ചുരമാണ് കിട്ടുന്നത്, നമ്മളെ താമരശ്ശേരി ചുരം കിട്ടാല്ല. അങ്ങനെ അതിൽ പോകുമ്പോൾ ഉള്ള വ്യൂ ആണിതല്ലോ. പക്ഷെ നല്ല മഴയെല്ലാം ഉണ്ട് കേട്ടോ. പോകുമ്പോൾ നല്ല കാറ്റെല്ലാം ഉണ്ടായിന്, മഴ വരുന്ന് പോന്ന് അങ്ങനെയെല്ലാം ആയിനു. അപ്പം നമ്മിങ്ങനെ പോയിക്കൊണ്ട് നിന്ന് അങ്ങനെ ലാസ്റ്റ് രാത്രിയായി. വയനാട് എത്തുമ്പോൾ രാത്രി കുറേ ടൈമായിന്. അങ്ങനെ കുറേ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ കുറേ റൂമെല്ലാം നമ്മൾ സെർച്ചാക്കി. ആദ്യം നമ്മൾ ഇവിടെ പോയി, പിന്നെ കുറേ റൂമെല്ലാം സെർച്ചാക്കി ലാസ്റ്റ് നമുക്കൊരു റൂം കിട്ടി. അങ്ങനെ നമ്മൾ ആടെ സ്റ്റേ ആക്കി. ഞാൻ ആ റൂമിൻ്റെ വ്യൂ എല്ലാം രാവിലെ കാണിച്ചു തരാം. അങ്ങനെ ഇതാ കണ്ട നമ്മളെ റൂമിൻ്റെ രാവിലത്തെ ഇതാണ് മോർണിംഗ്. അവിടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മഞ്ഞെല്ലായിട്ട് നല്ല പാങ്ങുണ്ടായിന്. ഇത് നമ്മളെ ഫാമിലിയാണ്, കുറേ ആളുണ്ട്, ഇത്ര ആളല്ല, ഇനിയുണ്ട് കുറേ ആൾ, 2 കാറാളാണ് പോയത്. അപ്പോൾ ഇതെല്ലാം പിള്ളേർ കളിക്കുന്നതെല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ റൂം ഇതാണ്. അങ്ങനെ റൂമിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ അവിടെ തുറന്നിട്ടിട്ടാകുമ്പോൾ ആ പുറത്തുള്ളത് നല്ല വ്യൂ ആണ്, നല്ല പാങ്ങുണ്ട്. ആ വ്യൂ കാണാൻ നല്ല ചേലുണ്ട്. ഈ റൂമിന് ഭയങ്കര ചേല്. നമ്മൊരു വലിയൊരു വില്ലാണ് എടുത്തത്. അപ്പോൾ അതിൽ 2 റൂമാണ് ഉള്ളത്, ഒന്ന് താഴെ ഒന്ന് മീത്തെ, പിന്നെ വലിയ ഹാള് കിച്ചണെല്ലാം ഉണ്ട്. അങ്ങനെ ഇത് വേറെ റൂമിൻ്റെ അടുത്ത വ്യൂ ആണ്, പുറത്തിങ്ങനെ ബാലോർക്കുമ്പോഴുള്ള. പിന്നെ ഇത് മീത്തയാണ് ഇപ്പോൾ ഉള്ളത്. താഴെ വേറെ റൂമുണ്ട്, താഴെ കുറേ ആളുണ്ട്, അവിടെ TV സോഫ സെറ്റ് എല്ലാം ഉണ്ട്. അങ്ങനെ ഇതിലെല്ലാം നല്ല പാങ്ങുണ്ട്. ഇതിലെല്ലാം ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോരോ നമ്മിങ്ങനെ സ്ഥലമെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അത്രയും പാങ്ങുണ്ട് കേട്ടോ. പുറത്തെല്ലാം ഇങ്ങനെ കാണാൻ കണ്ട, പുറത്തത്തെ വ്യൂ, ഇവിടുത്തെ ബാക്കിലത്തെ. അങ്ങനെ അവിടെ സ്വിമ്മിങ് പൂളാന്നുള്ളത് കണ്ട അവിടെ നല്ല. അങ്ങനെ ഞാനെന്താക്കിയിട്ട് ഫ്രണ്ടിലത്തെ മീത്തയിലെ ഫ്രണ്ട് തുറക്കുമ്പോൾ നമുക്ക് അവിടെ പുറത്ത് കീയുമ്പോൾ ഇങ്ങനത്തെ വ്യൂ ആണ് കാണുന്നത്. നല്ല പാങ്ങുണ്ട്. നല്ല ഞാൻ ഇപ്പോൾ ഇവിടെ കീയുമ്പോൾ മഴയെല്ലാം പെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെറുങ്ങനെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. വയനാടിപ്പോൾ നല്ല പാങ്ങുണ്ട് വെച്ചാൽ നല്ല പാങ്ങുണ്ട്. എന്താ സ്വിമ്മിങ് പൂളിൽ ഇതാ കുഞ്ഞൊക്കെ തുള്ളേണ്ട സ്വിമ്മിങ് പൂളിൻ്റെ സെക്ഷൻ കുറച്ച് അങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ ബില്ലാക്കത് അതിൻ്റെ അപ്പുറം, പിള്ളേരുടെ അത്ര തന്നെ അങ്ങോട്ട് കുറേ ബില്ല ആയതുകൊണ്ട് ബില്ലാക്കി കീയാൻ കഴിയും, ചെറിയ പിള്ളമാർക്ക് നിൽക്കാൻ കഴിയാം കണ്ട. അപ്പം ഞാനെല്ലാം എന്താക്കി സ്വിമ്മിങ് പൂളിൽ കുളിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അമ്മ പിന്നെ അതിൽ കീഞ്ഞെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അമ്മക്ക് നീന്താനെല്ലാം അറിയുന്നതുകൊണ്ട് കണ്ട. അങ്ങോട്ട് ഭയങ്കര ആയം എന്നെ പിടിച്ചിട്ടുണ്ട്, ഉമ്മാവും ഇളയമ്മല്ലാം എന്നെ പിടിച്ചിട്ടുള്ളത്. അവർക്ക് നീന്താൻ അറിയില്ല. ഇങ്ങനെ എണ്ണ പിടിച്ചിട്ട് ഇങ്ങനെ 2 ആൾ നിൽക്കുന്നത് നല്ല പാങ്ങുണ്ട്. ബാക്കി ആൾ ഈ സ്വിമ്മിങ് പൂൾ വെള്ളം നല്ല തണുപ്പുണ്ട്. അപ്പം അങ്ങനെ തണുത്തിട്ട് കീനേ ഇല്ല വെള്ളത്തിലേക്ക്. നമ്മ വെള്ളത്തിലേക്ക് കീഞ്ഞിട്ട് നല്ല പാങ്ങുണ്ട്. അങ്ങനെ തണുക്കുന്നുണ്ടെങ്കിലും നല്ല ചേലുണ്ട് വെള്ളത്തിലേക്ക് കീയാൻ. അങ്ങനെ ലാസ്റ്റ് നമ്മ എന്താക്കി അവിടുന്ന് പുറത്തേക്ക് കാരാപ്പുഴ ഡാമിലേക്ക് അടുക്ക് പോയി. അതൊന്നും ഞാൻ കുറേ ഷൂട്ടാക്കിയിട്ടൊന്നുമില്ല, നമ്മൾ എൻജോയ് ആക്കാനല്ല വന്നത്, ഷൂട്ടാക്കാനല്ലല്ലോ. അങ്ങനെ കണ്ട ജാറുന്നയിൽ ഇരുന്ന്. പിന്നെ സിബ്ലൈനില്ലേ, തൂങ്ങുന്ന സിബ്ലൈന്, അപ്പോൾ അതുണ്ടതിന് നേരത്തെ സിബ്ലൈനിൻ്റെ ആ ഭാഗത്തുള്ളൊരു വ്യൂ ആണിത്. നല്ല പാങ്ങുണ്ട് കണ്ട. സിബ്ലൈനിൽ ഇങ്ങനെ ഇപ്പോൾ വരും, നമ്മളെ കസിനാണ് അതിൽ സിബ്ലൈനിൽ കയറിയിട്ടുള്ളത്. ഓനിപ്പോൾ വരുന്നുണ്ട്, വരുന്നുണ്ട്. നല്ല പാങ്ങിന് ചെല്ലേ. ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടമല്ല ജിപ്ലൈനിൽ കയറാൻ. ഞാൻ ഒരിക്കൽ കയറിയിട്ടുണ്ടായിന് മൂന്നാർ പോയിട്ടാകുമ്പോൾ, അതുകൊണ്ട് ഞാൻ കയറിയിട്ട. പിന്നെ ഇതൊരു ഗാർഡൻ സൈഡ്, നല്ല പാങ്ങുണ്ട് ഇവിടുത്തെ വ്യൂ എല്ലാം കാണാൻ. പിന്നെ അപ്പുറം പോയെങ്കിൽ അങ്ങ് ഡാമെല്ലാം ഉണ്ട്. ഡാമിൻ്റെ അടുത്തേക്കൊന്നും നടന്നിട്ടൊന്നുമില്ല, കുറേ നടക്കാനുണ്ടായതുകൊണ്ട് അങ്ങ് ബെന്തിട്ട് ഞാൻ നടന്നിട്ട്, ബാക്കി എല്ലാവരും നടന്നിന്. പിന്നെ നമ്മൾ അവിടെ കീഞ്ഞിട്ട് എന്താക്കി നമ്മൾ പോകുമ്പോഴൊക്കെ മഞ്ഞ്, ഫുള്ള് മഞ്ഞ് തന്നെ, മഴയും മഞ്ഞ് രണ്ടും. ഫുള്ള് തണുത്തിട്ടെല്ലാം ഇങ്ങനെ വിറക്കുന്നു, അത്രയും മഞ്ഞുണ്ട്. അങ്ങനെ ലാസ്റ്റ് എന്താക്കി ചുരത്തിൽ കയറി. അങ്ങനെ ചുരത്തിൽ കയറിയിട്ടാകുമ്പോൾ കുറേ മഞ്ഞ്. പിന്നെ കുറേ കുരങ്ങന്മാരുണ്ടാവുമല്ലോ ചുരത്തിൽ. എത്ര കുരങ്ങന്മാരുണ്ടായിന് ചുരത്തിൽ. ആദ്യം കുരങ്ങന്മാരിങ്ങനെ നമ്മൾ എന്താക്കാനും പരിയൊന്നുമില്ല, നമുക്ക് ഇനിയെല്ലാം ചെയ്തിന്. അതിൻ്റെ അടുത്ത് എന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്തിന്, നല്ല പാങ്ങുണ്ട്. കുരങ്ങന്മാർക്ക് തിന്നാനെല്ലാം കൊടുത്തെങ്കിൽ ഓര് നമ്മളെ അടുത്തുനിന്ന് പോയേ ഇല്ല. അതുകൊണ്ട് ഞാൻ തിന്നാൻ കൊടുത്തിട്ട, ബാക്കി എല്ലാവരും കൊടുക്കുന്നതെല്ലാം ഉണ്ടായി. ഞങ്ങൾക്ക് വേടിയാന്ന് ഇങ്ങോട്ട് കുരങ്ങൻ ചൊറിയുന്ന്. നല്ല പാങ്ങുണ്ട് കുരങ്ങൻ്റെ ഇതെല്ലാം കാണാനും. അങ്ങനെ ലാസ്റ്റ് കുരങ്ങന്മാരെല്ലാം കണ്ടിട്ട് ലാസ്റ്റ് നമ്മൾ ചുരത്തിലേക്ക്
കഴിഞ്ഞിട്ട് നല്ല പാങ്ങുണ്ട്. അങ്ങനെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്ക്, ഷെയർ ആക്ക്, കമൻ്റ് ആക്ക്, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ആക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നല്ല വീഡിയോസായി പെട്ടെന്ന് തന്നെ വരും, ഈ ട്രിപ്പിൻ്റെ എല്ലാ വീഡിയോസായിട്ട് ഇൻഷാ അല്ലാഹ്.